भी नहीं है, आपका प्रार्थना हमारी जिंदगी के लिए बहुत ही एक अनुग्रह का कारण है। പ്രശംസിക്കുവാനോ അഹങ്കരിക്കുവാനോ ഒന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയൊന്നു മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. निरंतर आपकी प्रार्थना में हमें उठाए रखें। നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഞങ്ങളെ ഓർക്കണമേ. परमेश्वर के नाम की महिमा हो। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. मिलकर परमेश्वर में देने वाला हर एक अच्छा आत्मिक अनुभव के लिए परमेश्वर को धन्यवाद देता हूँ। ഒരുമിച്ച് കർത്താവ് തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. सच में परमेश्वर में संभालते हैं, इसके लिए हम सुरक्षित हैं। ദൈവം നമ്മെ വാസ്തവത്തിൽ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. हम चलाने वाला गाड़ी महंगा है, इसके लिए हम सुरक्षित नहीं हैं। നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ വില കൊണ്ടല്ല നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. हम बहुत ही अच्छा घर में रहते हैं, इसके लिए हम सुरक्षित नहीं हैं। നമ്മൾ നല്ല ഭവനത്തിൽ താമസിക്കുന്നത് കൊണ്ടല്ല നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. हम अच्छा खाना खाते, इसके लिए हम तंदुरुस्त नहीं हैं। നമ്മൾ നല്ല നല്ല ആഹാരം കഴിച്ചത് കൊണ്ടല്ല നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കുന്നത്. बल्कि परमेश्वर की अनुग्रह हमारे ऊपर है, इसके लिए हम उसका अनुग्रह निरंतर अनुभव करते हैं। എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് അനുഭവിക്കുവാൻ ദൈവം നമുക്കിടയാക്കുന്നത്. पिछले दिन हमारे एक परिवार प्रेस लॉर्ड दूसरा एक स्टेट में वे यात्रा कर रहे थे। प्रेस लॉर्ड अचानक से उनका गाड़ी जाकर आगे का लोरी में टक्कर मारा। കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കുടുംബം യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഓടിക്കുന്ന വാഹനം മറ്റൊരു ട്രക്കിൽ പോയി ഇടിക്കുവാനിടയായി. और जाके टक्कर मारा तो तुरंत एयरबैग ओपन होना चाहिए, लेकिन ये गाड़ी का दोनों एयरबैग ओपन नहीं हुआ। വാസ്തവത്തിൽ ആ വണ്ടി പോയി ഇടിച്ചാൽ എയർ ബാഗ് ഓപ്പൺ ആകണം, എന്നാൽ രണ്ട് എയർ ബാഗും ഓപ്പൺ ആയില്ല. लेकिन परमेश्वर की महादया है कि एक खरोच तक नहीं आया। परमेश्वर ने दोनों को बड़े अद्भुत तरीके से संभाला। എന്നാൽ ഒരു പോറല് പോലും സംഭവിക്കാതെ അത്ഭുതകരമായി ദൈവം രണ്ടുപേരെയും സൂക്ഷിപ്പാനിടയായി. हालेलुया। ये एक प्रूफ है कि टेक्नोलॉजी जहां पर हार जाते हैं, वहां पर परमेश्वर का सुरक्षा हमारे लिए कार्य करता है। വാസ്തവത്തിൽ ഇത് ദൈവിക സംരക്ഷണത്തിന്റെ ഒരു തെളിവാണ്. ആമേൻ. ടെക്നോളജി പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ സംരക്ഷണം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. एयरबैग हमारे सेफ्टी के लिए, लेकिन एयरबैग भी शायद नहीं खुलेगा, लेकिन परमेश्वर का सुरक्षा हमारे लिए हर एक समय तैयार रहता है। എയർ ബാഗ് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നിരിക്കുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം നമ്മളെ പൊതിയുവാനിടയായി തീരും. परमेश्वर में संभालते हैं, उसके अलावा हमें कुछ भी नहीं बोल सकते हैं। ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലാതെ നമ്മൾക്കൊന്നും പറയുവാനില്ല. इसके लिए हर एक समय हमारे मुंह से परमेश्वर के लिए स्तुति और आराधना उठते रहना बहुत जरूरी है। അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ ആമേൻ ഇടവിടാതെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. आमीन। कुछ समय के लिए परमेश्वर के वचन की और हमारे ध्यान आज सुबह हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 81, भजन संहिता 81 उसके 10वें आयत की और हमारे ध्यान आज सुबह हम लेकर आएंगे। സങ്കീർത്തനം 81 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 10वीं आयत, അതിന്റെ 10ാം വാക്യം. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. हालेलुया। वहां पर लिखा गया है कि मिस्रैम के देश से तुझे लाया हुआ परमेश्वर है, लेकिन तेरा मुंह खोल ताकि मैं उसे भर दूं। മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. यदि हम मुंह खोलने के लिए तैयार हैं, तो परमेश्वर कहता है कि मैं उसे भरने के लिए तैयार हूं। വായി തുറക്കാമെങ്കിൽ ദൈവം അതിനെ നിറയ്ക്കും. हालेलुया। प्रेस लॉर्ड, हम मुंह क्यों खोलना है? നമ്മൾ എന്തിനാ വായി തുറക്കുന്നത്? परमेश्वर की आराधना करने के लिए मुंह खोलना है। ദൈവത്തെ ആരാധിപ്പാനായി നമ്മുടെ വായി തുറക്കപ്പെടണം. मर्मरिंग करने के लिए नहीं, बल्कि परमेश्वर की आराधना करने के लिए हमारे मुंह हम खोलना है। പിറുപിറുക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ സ്തുതിപ്പാനായി നമ്മുടെ വായി അധരങ്ങൾ തുറക്കപ്പെടണം. I mean, इंग्लिश में ऐसा लिखा है, ओपन दाई माउथ वाइड। पूरी तरीके से आप मुंह खोलो ताकि आमीन एंड आई विल फिल इट, मैं उससे भर दूंगा करके परमेश्वर कहता है। ഇംഗ്ലീഷിന്റെ വായി മുഴുവനായും വിസ്താരത്തിൽ തുറക്ക എന്ന് എഴുതിയിരിക്കുന്നു, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് ദൈവം പറയുക. I mean, उस भजन संहिता जब हम शुरुआत से पढ़ते हैं, वहां पर पहले आयत से लेकर 5वीं आयत तक प्रेज एंड वर्शिप, परमेश्वर की आराधना के विषय में वहां पर बताया गया है। ആ സങ്കീർത്തനം മുഴുവനായി നോക്കിയാൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തെ കുറിച്ചാണ് और പറഞ്ഞിരിക്കുന്നത്. उसके 6 से लेकर 10 तक की आयतों में वहां पर परमेश्वर अपने लोगों को छुड़ाकर लेकर आया हुआ उस अनुभवों को परमेश्वर स्मरण दिला रहा है। गॉड इज रिमाइंडिंग हिज पीपल, आई मीन प्रेज लॉर्ड, कहां से उन्हें परमेश्वर ने लेकर आया है। 6
6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവരെന്തായിരുന്നെന്നും ഏത് അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നുവെന്നും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. लेकिन उसके 11 से लेकर 16 तक की आयतों को जब हम पढ़ते हैं, परमेश्वर हालेलुया उनके डिसोबीडियंस, लोगों के डिसोबीडियंस को देखकर काफी निराश होने वाले शब्दों को परमेश्वर वहां पर कह रहा है. എന്നാൽ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ ജനം ദൈവത്തെ അനുസരിക്കായിക നിമിത്തം ദൈവം ദുഃഖിക്കുന്ന ചില അനുഭവങ്ങളെ तो കാണുകയാണ്. उसका मतलब हम यदि डिसोबे करें तो परमेश्वर निराश हो सकता है. അതിന്റെ അർത്ഥം നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ ദൈവത്തിന് വളരെയധികം വേദനയുണ്ടാകും. कहना मानेंगे सोचकर परमेश्वर जब हमसे कहता है, परमेश्वर हमसे उम्मीद रखता है कि वी विल ओबे हिज कमांडमेंट्स, हम उसके कहना मानेंगे करके एक उम्मीद परमेश्वर हमसे रखता है. ദൈവത്തിന് എപ്പോഴും നമ്മളിൽ നിന്ന് ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം ഒരു കൽപ്പന തന്നിരിക്കുന്നത് നമ്മൾ അനുസരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. और यदि हम कहना ना माने तो परमेश्वर निराश, गॉड्स सोरो हम वहां पर पढ़ रहे हैं. അവിടെ നമ്മൾ ആ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ, അവന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ദുഃഖിക്കുവാനിടയായി. हालेलुया. वहां पर प्रेज़ लॉर्ड 5वीं आयत से जब हम पढ़ते हैं, वहां पर परमेश्वर ने उन्हें मिस्रईम से, गुलामी से लेकर आया करके हम वहां पर जरूर पढ़ते हैं. 5-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവരെ മിസ്രയീം ദേശത്ത് നിന്നാണ് പുറപ്പെടുവിച്ചത്. और 10वीं आयत के पहले शब्द में भी वही बताया गया है कि मैंने तुम्हें कहां से लेकर आया है, तुम स्मरण करना है करके परमेश्वर दोबारा याद दिलाता है. 10ാമത്തെ വാക്യത്തിലും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, മിസ്രയീം ദേശത്ത് നിന്ന് വന്നു എന്ന് ദൈവം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. और फिर परमेश्वर कहता है कि तुम्हारा मुंह खोलो ताकि मैं उसे भरते रहूं. അതിനുശേഷമാണ് ദൈവം പറയുന്നത്, നിന്റെ വായ് വിസ്താരത്തിൽ തുറന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം. और यदि मुंह नहीं खोलेंगे तो परमेश्वर भर नहीं पाएगा. ഇനി നീ വായ് തുറന്നില്ലെങ്കിൽ നിറയത്തുമില്ല. हम एपिसोड जिंदगी में भरपूरी क्यों अनुभव नहीं कर पा रहे हैं? क्योंकि हम मुंह खोलने के लिए तैयार नहीं हैं. ജീവിതത്തിൽ നിറവിന്റെ അനുഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വായ് തുറക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ओबीडियंस 50% परमेश्वर नहीं चाहता, बल्कि पूर्ण तौर से हम परमेश्वर की आदर करना, कहना, मानना परमेश्वर हमसे चाहते हैं. ദൈവം പറയുന്ന ഒരു കാര്യം നമ്മൾ പകുതി ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞെങ്കിൽ അത് 100% അനുസരണമാണ് ദൈവത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. पूर्ण तौर से जब हम करते हैं तब परमेश्वर उस विषय में हमें अनुग्रह करता है. ആ ഒരു കാര്യം നമ്മൾ 100% ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. आपको समझाने का कोशिश मैं करता हूँ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. हम में से सभी लोग हॉस्पिटल में जाते हैं या डॉक्टर से मिलते हैं और हमारे बीमारी के लिए डॉक्टर एंटीबायोटिक्स देते हैं. നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. ഡോക്ടർ നമ്മുടെ അസുഖങ്ങൾക്കനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ആന്റിബയോട്ടിക്സ് തരാറുണ്ട്. डॉक्टर कहता है कि 5 दिन के लिए ये एंटीबायोटिक खाना है. ഡോക്ടർ പറയും 5 ദിവസം ഈ മരുന്ന് കഴിക്കണം. हालेलुया. और हमने 2 दिन एंटीबायोटिक खाया, നമ്മൾ 2 ദിവസം കഴിച്ചു. हमारा बुखार निकल गया, बीमारी सब चंगा हो गया. हम सोच रहे हैं कि हमने 2 दिन खाया, सब ठीक हो गया, अब मैं नहीं खाऊंगा. 2 ദിവസം കഴിച്ചപ്പോൾ പനിയും പോയി, ചുമയും പോയി, അസുഖം എല്ലാം മാറിയപ്പോൾ നമ്മൾ വിചാരിച്ചു 2 ദിവസം കഴിച്ചു, ഇനി വേണ്ട. 2 दिन में खाने में बुखार तो तभी के लिए निकल गया, लेकिन पूर्ण तौर से चंगाई होना है तो पूरा डोसेज खाना जरूरी है. 2 ദിവസം കഴിച്ചപ്പോൾ അസുഖം മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ മുഴുവനായ ഒരു വിടുതൽ വേണമെങ്കിൽ അവർ പറഞ്ഞതുപോലെ 5 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. लेकिन हमें तो अभी ठीक हो गया, इसके लिए 2 दिन में हमने बंद कर दिया. നമുക്ക് 2 ദിവസം കൊണ്ട് ഒരുവിധം പരുവമായപ്പോൾ നമ്മൾ അങ്ങ് നിർത്തി. 5 दिन के बाद में दोबारा वही सेम बीमारी आता है. 5 ദിവസം കഴിയുമ്പോൾ ഈ അസുഖം വീണ്ടും വരും. हम डॉक्टर के पास जाते हैं. നമ്മൾ പിന്നെയും പോകും. डॉक्टर कहता है कि अगला 7 दिन के लिए एंटीबायोटिक लेना है. ഡോക്ടർ പറയും 7 ദിവസത്തെ മരുന്ന് കഴിക്കണം. जो 5 दिन के लिए दिया था सही से नहीं खाया बंदा, 7 दिन के लिए कहाँ खाने वाला है. 5 ദിവസത്തെ ചൊവ്വനെ കഴിക്കാത്ത വ്യക്തി 7 ദിവസത്തെ എങ്ങനെ കഴിക്കാം? लेकिन जो डोसेज है कंप्लीट नहीं करेंगे तो बार बार डोज बढ़ते जाएगा. എത്ര പ്രാവശ്യം നമ്മൾ അതിന്റെ ഡോസ് തെറ്റിക്കുന്നോ പിന്നെയും ദിവസങ്ങൾ ഡോക്ടർ കൂട്ടിക്കൊണ്ടിരിക്കും. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? हालेलुया. जो कहा गया है उसे 100% करना जरूरी है, तो ही उसका छुटकारा, उसका चंगाई हम अनुभव कर पाएंगे. ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് അങ്ങനെ 100% അനുസരിച്ചെങ്കിലേ അതിന്റെ വിടുതലും അതിന്റേതായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. परमेश्वर के वचन के साथ हम कभी भी डाइल्यूट ना करें, हम कभी भी कॉम्प्रोमाइज करने का कोशिश ना करें. ദൈവവചനത്തിന്റെ മുമ്പാകെ മായം ചേർക്കുവാനും എന്തെങ്കിലുമൊക്കെ
അവൻ കള്ളത്തരങ്ങൾ കാണിപ്പാനും നമ്മൾ ശ്രമിക്കരുത്. हालेलुया। और इस्राएलियों के बारे में वहां पर 10वीं आयत के शुरुआत में ऐसा लिखा गया है कि उन्हें मिस्रईम से मैंने छुड़ा कर लेकर आया। 10ാം വാക്യത്തിന്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്നു, മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ നിന്നെ കൊണ്ടുവന്നു. अरे मिस्रईम के देश में वो वहां पर पैलेस में नहीं है, राजमहल में नहीं रह रहा है। അവര് മിസ്രയീം ദേശത്ത് രാജകൊട്ടാരത്തിലെ സുഖത്തിലല്ല താമസിച്ചത്. वे वहां के स्लेवरी गुलामी में फंसे हुए थे। അവരവിടെ അടിമകളായിരുന്നു. आई मीन उसका प्रूफ है उसी अध्याय का 6 आयत को हम पढ़ेंगे। आपके बाइबल में 6 आयत है या नहीं देखिएगा। അതിന്റെ തെളിവാണ് അതിന്റെ 6ാമത്തെ വാക്യത്തിൽ, ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. हालेलुया। मैंने उसके कंधों में से बोझ हटा दिया करके परमेश्वर इस्राएलियों के बारे में कह रहा ഞാൻ है। അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കിയെന്ന് ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുക. हालेलुया। और उनके हाथों से टोकरी मैंने हटा दिया। അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. तो उनके कंधों में क्या था? അവന്റെ തോളിൽ എന്തായിരുന്നു? उनके कंधों में क्या था? എന്തായിരുന്നു? आप सब इधर हैं? നിങ്ങൾ എല്ലാരും ഇവിടെ उണ്ടോ? हालेलुया। प्रेज द लॉर्ड। या ब्रेकफास्ट बनाने के लिए चले गए हैं? हालेलुया। प्रेज द लॉर्ड। हालेलुया। आई मीन कंधों में बोझ था और वो उठाते उठाते वे थक गया। परमेश्वर कहता है कि मैंने उनके कंधों से बोझ मैंने हटा दिया। ദൈവം പറയുക, അവന്റെ തോളിൽ ചുമടുണ്ടായിരുന്നു, ഞാൻ അതിനെ മാറ്റി കൊടുത്തു. और फिर कहता है कि उनके हाथों में हर एक समय टोकरी था, उससे भी मैंने हटा कर दे दिया। അവന്റെ കയ്യിൽ എപ്പോഴും കുട്ടയുണ്ടായിരുന്നു, അതും ഞാൻ മാറ്റി കൊടുത്തു. सोचकर देखिएगा, हाथों में टोकरी और कंधों में बोझ है तो एक मनुष्य कैसा सही प्रकार खड़े हो सकता है। തോളിലും ഭാരമാണ്, കയ്യിലും ഭാരമാണെങ്കിൽ ഒരു മനുഷ്യന് നേരെ നിൽപ്പാൻ കഴിയില്ല. लेकिन परमेश्वर कहता है कि मैंने वो भी तेरे लिए हटा कर दे दिया है। ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് അതും മാറ്റി തന്നു. हालेलुया। आई मीन इसके लिए आपके मुंह खोलकर परमेश्वर का धन्यवाद करे ताकि तेरा जरूरतों को मैं पूरा करते रहूं। അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ ഇപ്പോൾ നിന്റെ വായ വിസ്താരത്തിൽ നീ തുറക്കാൻ, ഞാൻ നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി തരും. परमेश्वर आज करने वाला अद्भुत कार्यों के लिए परमेश्वर को महिमा देने के लिए नहीं कह रहा है, बल्कि जहां से परमेश्वर हमें लेकर आया उस परिस्थितियों को जब हम स्मरण करते हैं, हम कभी भी चुपचाप बैठ नहीं पाएंगे। ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുവന്ന വഴികളെ ഓർക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ മൗനമായിരിക്കാൻ ആർക്കും കഴിയുകയില്ല. सच में यदि हम देखेंगे तो जब आई मीन परमेश्वर की लोग मिस्रईम में गुलामी में थे, तब वे बहुत प्रार्थना करते थे। വാസ്തവത്തിൽ നോക്കിയാൽ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന ജനം വളരെയധികം നിലവിളിച്ചു പ്രാർത്ഥിച്ചു. हालेलुया। क्योंकि वहां पर लिखा गया है कि मैंने उनका रोने वाला आवाज सुना, उनका प्रार्थना मैंने सुना। हालेलुया। प्रेस मलयालम में ऐसा लिखा है कि അവരുടെ നിലവിളി ഞാൻ കേട്ടു। आई मीन वे पुकार रहा है, चिल्ला चिल्ला कर परमेश्वर से वे रो रहे हैं और परमेश्वर ने उसे सुन लिया करके हमने वहां पर पढ़ा है। അവിടെ നമ്മൾ അതിന്റെ തെളിവായി വചനം വായിക്കുന്നുണ്ട്. ഞാൻ അവരുടെ നിലവിളി കേട്ടു, അവരുടെ കരച്ചിലിന്റെ ശബ്ദം ഞാൻ കേട്ടു എന്നതിന്റെ അർത്ഥം അവർ അവിടെ പ്രാർത്ഥനയിൽ അവൻ മുന്നേറി എന്നുള്ളതാണ്. हालेलुया। लेकिन जैसे परमेश्वर ने उन्हें उस गुलामी से छुड़ाकर लेकर आया और मरुभूमि यात्रा में उनका प्रार्थना का अनुभव कम हो रहा है। എന്നാൽ ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു കൊണ്ടുവന്ന ജനം യാത്ര ചെയ്തു വരുന്ന വഴിയിൽ അവരുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളെല്ലാം കുറഞ്ഞു. ध्यान से सुनना, जब मरुभूमि में आया, छुड़ाकर जब परमेश्वर ने लेकर आया, तब उनका प्रार्थना कम हुआ और कुड़कुड़ाना बढ़ना शुरू हो गया। അവരുടെ യാത്രാ മധ്യേ ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ അവരുടെ പ്രാർത്ഥനയെല്ലാം കുറയുവാൻ തുടങ്ങി. ഇപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. I mean, जहां पर प्रार्थना कम होता है वहां पर कुड़कुड़ाना शुरू होता है। പ്രാർത്ഥന കുറഞ്ഞാൽ പിറുപിറുപ്പ് കൂടും. प्रार्थना कम होता है, कुड़कुड़ाना शुरू होता है। പ്രാർത്ഥന കുറയും തോറും പിറുപിറുപ്പ് കൂടും. आपके घर में आप आराम से देखिएगा, जहां पर प्रार्थना कम होता है वहां पर कुड़कुड़ाना शुरू हो जाता है। നമ്മുടെ എല്ലാം വീടുകളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പ്രാർത്ഥന കുറയും തോറും പിറുപിറുപ്പ് കൂടും. हालेलुया। प्रेज़ लॉर्ड। इस्राएल के लोग जहां पर प्रार्थना कर रहे थे, परमेश्वर ने उनके प्रार्थना सुनकर गुलामी से छुड़ा कर लेकर आया, लेकिन मरुभूमि यात्रा में प्रार्थना कम हो रहा है, कुड़कुड़ाना शुरू हो गया है। ആ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ജനം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ കുറഞ്ഞപ്പോൾ പിറുപിറുപ്പ് വഴിയിൽ കൂടി. I mean, यहाँ पर मरुभूमि में थोड़ा तो प्रार्थना कर रहे थे, लेकिन जैसे कनान में प्रवेश कर लिया तब फिर प्रार्थना भी नहीं है, आराधना भी नहीं है।
ഈ യാത്രയിൽ മരുഭൂമിയിൽ അല്പം കൂടെയെങ്കിലും ദൈവത്തിൽ ആശ്രയം ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ വാഗ്ദത്ത ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അതുമില്ല. वहां पर लग्जरी है, लाविशली सब कुछ चल रहा है. परमेश्वर मैं क्यों प्रार्थना, सब कुछ मुझे मुझे मिला है, अब मैं प्रार्थना क्यों करना है. मीटिंग के लिए बुला बुला कर हम थक जाते हैं, लेकिन वो कहता है कि मैं किस कारण के लिए प्रार्थना करना है बोलकर अपने कामों में वे व्यस्त हो जाते हैं. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഫ്രീ ആയിട്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യമില്ല, മീറ്റിങ്ങുകൾ കൂടാൻ താല്പര്യമില്ല, യാതൊരു തരത്തിലുള്ള ആമേൻ ആത്മീയ അനുഭവങ്ങളുമില്ല. आपको समझ में आ रहा है, जब नहीं था तब प्रार्थना ज्यादा था. ഒന്നുമില്ലായ്മയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. जब छुड़ाकर लेकर आया मरुभूमि यात्रा के बीच में प्रार्थना कम हो रहा है, कुड़कुड़ाना बढ़ रहा है. അങ്ങനെ വിടുവിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ പ്രാർത്ഥന കുറഞ്ഞു, പിറുപിറുപ്പ് കൂടി. और जैसे ही परमेश्वर ने छुड़ाकर कनान के वायदा के देश में लेकर आया, उसके बाद में उनके प्रार्थना के बारे में कहीं पर भी नहीं लिखा है. അവരെ വിടുവിച്ച് പുതിയ ദേശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഇങ്ങനെയുള്ള നിലവിളിയോ പ്രാർത്ഥനയോ ഒന്നും എങ്ങും കാണാൻ. परमेश्वर को आराधना करने वाले बातें भी हम वहां पर नहीं देख पा रहे അവരെ हैं. ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. वे संसार के साथ कॉम्प्रोमाइज करना शुरू कर लिया. അവർ ലോകവുമായി ഇഴുകിച്ചേരുവാനിടയായി. हालेलुया. दूसरों से शादी के लिए लेते हैं, दूसरों का कल्चर अपनाना शुरू कर दिया. सब कुछ वहां के देवी देवताओं का भी अडॉप्शन करने के लिए वे शुरू करना हमें तैयार हो जाते हैं. അവർ അവിടുത്തെ ദേശക്കാരുടെ ആരാധന രീതികളും അന്യദേവന്മാരെ അവർ കൊണ്ടുവരുവാനിടയായി അവരുമായി വിവാഹത്തിന് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ അങ്ങനെ ലോകവുമായി അവർ ഇടകലരുവാനിടയായി. पास्टर जी हम क्या कर सकते हैं, बेटी का पसंद है, हालेलुया, वो अन्य जाति का लड़का है लेकिन बेटी पसंद करता है, हम क्या कर सकते हैं. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, പാസ്റ്ററെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, പെങ്കൊച്ചിന് അവനെയാ ഇഷ്ടമായത്, അത് വേറൊരു ജാതിക്കാരനാ, പക്ഷേ അവളുടെ ഇഷ്ടമല്ലേ നടക്കണ്ടേ. पास्टर जी बेटा को उनका वो जो वो हैबिट है वो उनको थोड़ा पसंद आ गया, इसके लिए हम थोड़ा सा उसके लिए, पास्टर जी आप थोड़ा प्रार्थना कर लो, वो सही हो जाएगा. ഞങ്ങളുടെ മോന്റെ ഇഷ്ടം അതായിരുന്നു, അവളുടെ സ്വഭാവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാ, പാസ്റ്ററെ ഈ വിഷയത്തിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുക, അവൻ ശരിയാവും. हालेलुया. अरे परमेश्वर की रास्ता छोड़कर कहीं पर भी जाओ, रेनाल्ड बोंगे आके प्रार्थना करेगा तो भी कुछ नहीं होने वाला है. ദൈവ വഴി വിട്ടു മാറിയിട്ട് റെയ്നാൾഡ് ബോംഗെ വന്ന് പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. बिल्ली ग्राहम आके सिर में हाथ रखेगा तो भी ठीक नहीं होने वाला है. ബില്ലി ഗ്രഹാം തലയിൽ കൈവച്ചാലും ഒന്നും നടക്കില്ല. अरे आपको कहां से लेकर आया है उसे स्मरण करना बहुत जरूरी है. ദൈവം നമ്മെ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളത് മറക്കരുത്. हालेलुया. उनके कंधों में बोझ था, हाथों में टोकरी था, उस अवस्था से परमेश्वर ने उन्हें आजादी में लेकर आया. अब लेकर आए हुआ परमेश्वर को वे भूलना शुरू कर दिया. അവരുടെ തോളിൽ നിന്ന് അവരുടെ ഭാരം നീക്കി, കൈകളിലെ കൊട്ട നീക്കി, അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവൻ ഇപ്പോൾ അവർക്ക് ആ ദൈവത്തെ അവൻ ഓർമ്മയില്ല. हालेलुया. प्रेज़ लॉर्ड. हमारे मुंह खोलेंगे, हम परमेश्वर को महिमा देंगे तो परमेश्वर हमारे मुंह भरने के लिए तैयार है. നമ്മുടെ വായ വിസ്താരത്തിൽ തുറന്നാൽ ദൈവം അതിനെ നിറയ്ക്കും. लेकिन हमारा प्रॉब्लम क्या है, നമ്മുടെ പ്രശ്നം എന്താ, जहां पर मुंह खोलना है वहां पर मुंह नहीं खोलते हैं, വായ തുറക്കേണ്ടിടത്ത് വായ और തുറക്കത്തില്ല, जहां पर मुंह नहीं खोलना है वहां पर हम सभी जगह पे मुंह खोल देते हैं, വായ തുറക്കാതിരിക്കേണ്ടിടത്ത് എല്ലാത്തിലും വായ और തുറക്കും. उस सारे समस्या में हम जाके गिर जाते हैं. എല്ലാ പ്രശ്നത്തിനകത്തും പോയി और ചാടും. फिर आकर परमेश्वर से कहता है कि मैंने क्या कर दिया, परमेश्वर आप सब कुछ तैयार कर दो. ദൈവമേ നീ ഞാൻ എന്ത് ചെയ്യാനാ, നീ എല്ലാം ശരിയാക്കിക്കോ എന്ന് പറയും. हालेलुया. जहां पर चुप रहना है वहां पर चुप ही रहना है, क्योंकि परमेश्वर वहां पर कार्य करना चाहता है. മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായി ഇരിക്കണം, അവിടെ ദൈവം പ്രവർത്തിക്കും. उसके लिए एक अच्छा उदाहरण है मसीह यीशु की जिंदगी. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. हालेलुया. मसीह यीशु बहुत ही अच्छी तरीके से प्रचार करना जानता है, और यदि किसी ने आके प्रश्न पूछा तो उसे जवाब भी देने के लिए यीशु जानता है. യേശു നന്നായി പ്രഭാഷണം നടത്തുമായിരുന്നു. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് നല്ല മറുപടി പറയാൻ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു യേശുവിന്. लेकिन जब मानव जाति के लिए उस क्रूस में चढ़ने के लिए उस सीसर के या हेरोदा के कटघरे में आकर जब खड़ा रहा, तब लोगों ने कहा तू क्यों नहीं बोल रहा है, क्यों नहीं बोल रहे, बोलो करके कहता है, तभी यीशु चुपचाप वहां पर रहता है. എന്നാൽ മാനവരാശി
പാപത്തിന് വേണ്ടി വിസ്തരിക്കപ്പെടുമ്പോൾ ആമേൻ ആ കോടതികളിൽ ഹെരോദാവിന്റെ ഒക്കെയും മുന്നില് യേശുവിനോട് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ പറയുക നീ പറ എന്ന് ആമേൻ യേശുവിനോട് പറഞ്ഞിട്ടും മൗനമായിരിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണാം. और चुपचाप रहने वालों को तो लोग उंगली भी करते हैं, മിണ്ടാതിരിക്കുന്നവനെ ആളുകൾ വിരൽ ചൂണ്ടും. हमें प्रेशर करते हैं कि ताकि इसके मुंह से कुछ निकल जाए. അവരെ വളരെയധികമായി പ്രഷർ ചെലുത്തും ki നീ വായൊന്ന് തുറന്ന് എന്തെങ്കിലും പറ. लेकिन यीशु वहां पर चुपचाप रहा. എന്നാൽ ദൈവം അവിടെ ഒന്നും മിണ്ടിയില്ല. वो हमारे लिए एक बहुत ही अच्छा एक एग्जाम्पल है. അതിൽ പരമായ ഒരു ഉദാഹരണം നമുക്ക് കാണാനില്ല. हालेलुया. जहां पर चुपचाप रहना है वहां पर चुपचाप रहना है, लेकिन जहां पर परमेश्वर को महिमा देना है वहां पर परमेश्वर को महिमा देना बहुत जरूरी है. മിണ്ടരുത് എന്ന് ഉള്ള ഇടത്ത് മിണ്ടാതെ ഇരിക്കുക, എന്നാൽ ദൈവത്തെ സ്തുതിക്കേണ്ടിടത്ത് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമ്മുടെ വായി തുറക്കണം. आमीन. उसके 11वें आयत में जब हम आते हैं, आमीन प्रेज़ लॉर्ड, वहां पर परमेश्वर कहता है वे मेरा कहना ना मानने के कारण, हालेलुया, प्रेज़ लॉर्ड, हालेलुया, बट माय पीपल वुड नॉट लिसन टू मी, मेरा कहना ना मान रहा है करके वहां पर कहा गया है. എന്നാൽ 11ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം അവരോട് പറഞ്ഞത് ആ വാക്കുകൾ അവർ അനുസരിച്ചില്ല. मुंह खोलने के लिए कहा, वो मुंह खोलने के लिए तैयार नहीं है. അവരോട് വായി തുറക്കാൻ പറഞ്ഞു, അവര് തുറന്നില്ല. अरे परमेश्वर की आराधना करने के लिए कहता है तो आराधना करने के लिए परमेश्वर हमसे आग्रह करता है. ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. लेकिन एक बात वहां पर हमें स्पष्ट तौर से लिखा है, वे आराधना ना करने के कारण परमेश्वर उनके लिए जो कुछ भी देना चाहता था वे परमेश्वर ने उनके लिए नहीं दिया. എന്നാൽ അവിടെ വ്യക്തമായി നമ്മൾ താഴോട്ട് വായിക്കുന്നു, ദൈവത്തെ ആരാധിപ്പാൻ വായ വിസ്താരത്തിൽ തുറക്കാതിരുന്നത് കൊണ്ട് ദൈവം അവർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച പല നന്മകളും അവർക്ക് അവൻ മുടക്കി കളഞ്ഞു. हालेलुया. परमेश्वर की आराधना यदि हम करने के लिए पीछे हट जाए तो परमेश्वर हमारा मुंह खुलवाने के लिए परमेश्वर के पास रास्ता है. നമ്മുടെ വായ നമ്മൾ തുറക്കത്തില്ല, ദൈവത്തെ ആരാധിക്കത്തില്ലെങ്കിൽ ദൈവത്തിന് തുറപ്പിക്കാൻ വഴികളൊക്കെ ഉണ്ട്. हालेलुया. हमसे भी बहुत माहिर है हमारा परमेश्वर. നമ്മളെ ആമേൻ ദൈവം നമ്മളെക്കാട്ടിലും കഴിവും പ്രാപ്തിയും ദൈവത്തിന്റെ അത്രത്തോളം കഴിവും പ്രാപ്തിയും ആർക്കുമില്ല. हालेलुया. क्योंकि परमेश्वर ने हमें बनाया है. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. एक बार एक अम्मची, उनके चर्च में 3 दिन का उपवास प्रार्थना चल रहा था. ഒരു സഭയിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ये നടക്കുകയാണ്. अम्मची 3 दिनों का उपवास प्रार्थना में चले गए. അവിടുത്തെ ഒരു അമ്മച്ചി ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 3 ദിവസവും പോയി. लेकिन ये अम्मची का एक प्रॉब्लम है, कितना भी बड़ा आराधना हो अम्मची मुंह सील करके रखता है, बिल्कुल मुंह नहीं खोलता है. അവിടെ എത്ര വലിയ ആരാധന നടന്നാലും ഈ അമ്മച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്, വായ സിബ് ഇട്ട് അടച്ച് അവിടെ ഇരിക്കും. अटेंडेंस डालने के लिए जाने के समय जाता है, बैठकर वापस उठ के आ जाते हैं. അറ്റൻഡൻസ് ഇട്ടുന്ന പോലെ പോയി ഇരുന്നിട്ട് തിരിച്ചു വരും. हम में से कोई ऐसा नहीं है ना? നമ്മളിൽ ആരും അങ്ങനെ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. हालेलुया. जाकर 3 दिन की उपवास प्रार्थना, वहां पर बहुत सामर्थ्य आराधना चल रहा था, लेकिन अम्मची ने मुंह नहीं खोला, वापस आराम से घर आ गया. അവിടെ ശക്തമായ ആരാധന നടക്കുകയാ, പക്ഷെ അമ്മച്ചിയുടെ വായ തുറന്നില്ല, അമ്മച്ചി പോയി വന്നു. आमीन. पास्टर कहा कि मुंह खोलो, परमेश्वर को धन्यवाद करो, आराधना करो, लेकिन अम्मची मुंह खोलने के लिए तैयार नहीं है. ദേവദാസൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ വായകളെ തുറന്ന് ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം, പക്ഷെ അമ്മച്ചിയുടെ വായ തുറന്നില്ല. हालेलुया. वापस आया 2-3 दिन के बाद में अम्मची अकेला अपने घर में रह रहे हैं. പോയി ആരാധനയെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു, അമ്മച്ചി തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. आमीन. अभी का समय नहीं, काफी पुराना समय है. വളരെ നാളുകൾക്ക് മുൻപാണ്. तभी लैंडलाइन नहीं है, मोबाइल फोन का टाइम नहीं था वो. അന്ന് മൊബൈലൊന്നുമുള്ള സമയമല്ല. आमीन. रात को अम्मची सोने के समय में अम्मची एक आवाज सुन रहा है. ആ അമ്മച്ചി രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. उन्हें पता चला कि चोर घुस गया है. അമ്മച്ചിക്ക് മനസ്സിലായി കള്ളം കേറി. अम्मची पूरा सामर्थ्य उठाकर अम्मची जोर जोर से चिल्ला रही है. അമ്മച്ചിക്കുള്ള ശബ്ദം മുഴുവൻ എടുത്ത് അമ്മച്ചിയെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. आमीन. और हम जानते हैं केरला में एक घर के बाद में आधा किलोमीटर के बाद में आमीन अगला घर आता है. നമുക്കറിയാം കേരളത്തിൽ ഒരു വീട് കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ പറമ്പ് കഴിഞ്ഞാണ് അടുത്ത വീട്. आमीन. अम्मची पुकार पुकार चिल्ला चिल्ला कर आमीन प्रेज़ लॉर्ड बुला रहे हैं, लेकिन किसी ने नहीं सुना. അമ്മച്ചി ഉള്ള ശബ്ദം മുഴുവൻ എടുത്ത് അലക്കുകയും വിളിക്കുകയും എല്ലാം ചെയ്തു, പക്ഷെ ആരും കേട്ടില്ല. और चोर भी वहां का लोकल है, इसके लिए उसे पता है कि अम्मची कितना भी चिल्लाए कोई नहीं आने वाला है. ആ ദേശക്കാരനായ കള്ളനായോണ്ട് അവനും അറിയാം അമ്മച്ചി എത്ര അലച്ചാലും ഇവിടെ ആരും ये വരത്തില്ല. चोर आकर वहां का अम्मची का रबर शीट और सब
सब कुछ लेकर आराम से चले गए। ആ കള്ളൻ വന്ന് അവിടുത്തെ റബ്ബർ ഷീറ്റും എല്ലാം എടുത്തോണ്ട് പോയി. हालेलुया। 2 दिन के बाद में वहां का पास्टर उस अम्मची को विजिट करने के लिए आया। 2 ദിവസം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അവിടെ ഭവന സന്ദർശനത്തിന് വന്നു. आया, अम्मची से बातें कर रहे, लेकिन अम्मची का गला बैठ गया क्योंकि आवाज बिल्कुल नहीं आ रहा है। ആ പാസ്റ്റർ വർത്തമാനമൊക്കെ പറയാനായിട്ട് ഇരുന്നു. പക്ഷെ അമ്മച്ചിക്ക് ശബ്ദമില്ല, ഒട്ടും മിണ്ടാൻ തൊണ്ട അടഞ്ഞു. पास्टर ने कहा, अम्मची इस बार आपने बहुत अच्छी तरीके से आराधना किया, इसके लिए शायद गला बैठ गया होगा। പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നല്ലതായിട്ട് ആരാധിച്ച് സ്തുതിച്ചത് കൊണ്ടായിരിക്കും തൊണ്ടയെല്ലാം അടഞ്ഞു പോയല്ലോ. अम्मची आंसुओं के साथ कहा कि मैं तभी आराधना नहीं किया, इसके लिए बाद में मुझे मुंह खोलना पड़ा। അന്ന് അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ന് ഞാൻ കരയും വാ തുറക്കാതിരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ മിണ്ടാതെ ഇരിക്കുന്നു. चोर आया, मैंने पूरे आवाज खोलकर मैंने चिल्लाया, लेकिन कोई भी सुनने के लिए नहीं था। ഞാൻ കള്ളൻ വന്നപ്പോൾ ഉറക്ക കരഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല. चिल्लाया, लेकिन आकर डाकू सब कुछ लेकर चले गए। ഞാൻ ഉറക്ക കരഞ്ഞു, പക്ഷെ കള്ളൻ വന്ന് മുഴുവനും കൊണ്ടുപോയി. अरे जहां पर चिल्लाना है, जहां पर आराधना करना है, वहां पर यदि हम ना करें तो कहीं ना कहीं तो हमारे मुंह खुलाने के लिए परमेश्वर के पास रास्ता है। വായ തുറക്കേണ്ടിടത്ത് നമ്മൾ തുറക്കാതെ ഇരുന്നാൽ എവിടെങ്കിലും ഒക്കെ വെച്ച് വായ തുറപ്പിക്കാൻ ദൈവത്തിനും അറിയാം. हालेलुया। और यदि वहां पर हम मुंह खोल रहे हैं, कुछ ना कुछ बड़ा नुकसान भी हो सकता है। അങ്ങനെയുള്ളിടത്ത് വായ തുറക്കുന്നിടത്ത് നമുക്ക് അതിനോട് കൂടെ നഷ്ടവും ഉണ്ടാകും. अम्मची ने जो रबर शीट सब कुछ इंतजाम करके रखा था, चोर पूरा उनका मेहनत लेकर चले गए। അമ്മച്ചി കാത്തു സൂക്ഷിച്ച റബ്ബർ ഷീറ്റ് എല്ലാം കള്ളൻ കൊണ്ടുപോയി. इससे भी अच्छा वहां पर चर्च में परमेश्वर की स्तुति करना अच्छा था। അതിലും നല്ലതല്ലായിരുന്നോ ആമേൻ ആരാധനാലയത്തിൽ ദൈവത്തെ വായി തുറന്ന് സ്തുതിക്കുന്നത്? मुंह खोलेंगे तो परमेश्वर भरने वाला परमेश्वर है। നാം വായ വിസ്താരത്തിൽ തുറന്നാൽ ദൈവം അതിനെ നിറയ്ക്കും. आमीन। भजन संहिता 103 और उसके 5वीं आयत को भी हम पढ़ेंगे। भजन संहिता 103 और उसके 5वीं आयत। 103 സങ്കീർത്തനത്തിന്റെ 5ാമത്തെ വാക്യം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. हालेलुया। तेरे जवानी, प्रेज लॉर्ड, हालेलुया, परमेश्वर रिन्यू करने वाला परमेश्वर है, और तेरे मुंह को वो तृप्त करने वाला, सैटिस्फाई करने वाला परमेश्वर है। നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. आमीन। मुंह खोलने के लिए तैयार है तो वो हमें तृप्त करने वाला परमेश्वर വായ है। തുറക്കാമെങ്കിൽ ദൈവം അതിന് തൃപ്തി വരുത്തും. आमीन। तृप्त होना बड़ा मुश्किल की बात है। തൃപ്തി എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. इंसान कभी भी तृप्त नहीं हो सकता है। മനുഷ്യൻ ഒരിക്കലും തൃപ്തി अरे വരത്തില്ല. कितना भी मिले फिर भी हम तृप्त नहीं होते हैं। എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല. आमीन। आप लोग में से कोई तृप्त है? നിങ്ങളിൽ ആരെങ്കിലും അവൻ തൃപ്തരാണോ? मैं नहीं हो पा रहा हूँ। ഞാൻ പൂർണ്ണ തൃപ്തനല്ല. हालेलुया। आप लोग तृप्त हैं तो मुझे भी थोड़ा सिखाइएगा कैसा तृप्त होता है। മുഴുവൻ തൃപ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് പഠിപ്പിക്കാം. हालेलुया। लेकिन परमेश्वर कहता है कि मैं उन्हें तृप्त करने वाला परमेश्वर എന്നാൽ हूं। ദൈവം പറയുക, ഞാൻ അവർക്ക് വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. कितना भी परमेश्वर में अनुग्रह करे फिर भी हम कहते हैं कि परमेश्वर मुझे वो नहीं मिला, ये नहीं मिला, उसमें चंगाई नहीं मिला, कुछ ना कुछ तो हमारा अतृप्ति हम दिखाते रहते हैं। ദൈവം എത്ര നന്മ തന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു 3-4 കാര്യങ്ങൾ കാണും. ആമേൻ, അതുകൂടെ വേണമെന്നുള്ളത്. हालेलुया। और वो भी यदि परमेश्वर ने दे दिया, सोचो अगला हमारा ऑलरेडी विषय तैयार हो गया है। ഇനി അതെല്ലാം തന്നാലും ഉടനെ വേറൊരെണ്ണമെങ്കിലും നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കും. मनुष्य कभी भी सेटिस्फाई नहीं होता है, മനുഷ്യൻ ഒരിക്കലും തൃപ്തനല്ല. लेकिन परमेश्वर कहता है यदि मुंह खोलने के लिए तैयार है तो मैं उन्हें तृप्त करने वाला परमेश्वर हूं। എന്നാൽ ദൈവം പറയുക, ഞാൻ അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. यदि परमेश्वर तृप्त कर रहा है तो उसकी जिंदगी में कोई कमी नहीं हो सकता है। ദൈവമാണ് തൃപ്തനാക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ഒരു കുറവ് കാണത്തില്ല. परमेश्वर का वायदा उतना सामर्थी है। ദൈവിക വാഗ്ദത്തങ്ങൾ അത്ര I ശക്തമാണ്. mean, it is beyond our imagination. हमारे सोच से परे है परमेश्वर का रास्ता हमारे लिए। അത് നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമാണ്, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. हालेलुया। बहुत सारे उदाहरण मेरे मन में याद आ रहे हैं, लेकिन बोलने के लिए समय नहीं है। ഒത്തിരി ഉദാഹരണങ്ങൾ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ സമയമില്ലല്ലോ. हालेलुया। परमेश्वर के लिए यदि हम मुंह खोलने के लिए तैयार है तो परमेश्वर में तृप्त करने वाला परमेश्वर है। ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ വായി തുറക്കാമെങ്കിൽ ദൈവം നമ്മുടെ വായിക്ക് തൃപ്തി വരുത്തും. നമ്മുടെ നന്മ കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. प्रेरितों के काम उसके 7वें अध्याय उसके 55 आयत को 55 आयत को हम जल्दी से देखेंगे। प्रेरितों के काम उसके 7वें अध्याय उसके 55 आयत को हम जल्दी से देखेंगे। അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 55-ാം വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു.
वहां पर लिखा गया है कि वो पवित्र आत्मा के भरपूरी में वो स्वर्ग की ओर देखकर परमेश्वर की आराधना करना शुरू कर लिया है। അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ അവൻ കണ്ടു. हालेलुया। जब पवित्र आत्मा का भरपूरी हमारे अंदर होता है तो हमारा मुंह खोलकर हम परमेश्वर को आराधना करना शुरू करता है। ആ ദൈവത്തെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മൾ അവനെ സ്തുതിപ്പാനിടയായി. हालेलुया। जब पवित्र आत्मा से हम भरपूर होते हैं हम परमेश्वर की आराधना करना शुरू करता है। നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങും. और यहाँ पर स्टेफानोस जो क्रिश्चियंस का फर्स्ट मार्टियर करके कहा जाता है, वो सबसे पहला शहीद हुआ एक व्यक्ति है स्टेफानोस करके हम जानते हैं। സ്റ്റെഫാനോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. ക്രിസ്ത്യാനിത്വത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായ വ്യക്തിയാണ് സ്റ്റെഫാനോസ്. लोग उसके खिलाफ पत्थर उठा रहे हैं, फेंक रहा है, लेकिन स्टेफानोस वहां पर पत्थर उठाकर दोबारा उनकी ओर नहीं फेंक रहा, बल्कि वो अपने नजर स्वर्ग की ओर उठाता है। तब वो पवित्र आत्मा से भरते हुए परमेश्वर की आराधना कर रहा है। അവന്റെ വിരോധമായി ആളുകൾ കല്ലെടുത്തപ്പോൾ അവർ കോപപരവശരായി പല്ലുകടിച്ച് അവനെ ഉപദ്രവിച്ചപ്പോൾ അവൻ തിരിച്ച് എറിയുവാൻ കല്ല് പറക്കുകയല്ല, അവൻ ദൈവത്തെ അവൻ ഉയരത്തിലേക്ക് നോക്കി ദൈവ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ് സ്റ്റെഫാനോസ്. हमारे खिलाफ यदि किसी ने बोल दिया हम 2 बार जवाब उसको दे देता है। നമുക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ 2 വാക്ക് കൂട്ടി നമ്മൾ തിരിച്ചു പറയും. आमीन। हमारे खिलाफ यदि 1 पत्थर उठाया तो हम 2 पत्थर वापस फेंकते हैं। ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞാൽ തിരിച്ച് 2-3 കല്ലെറിയും. लेकिन स्टेफानोस वहां पर पत्थर उठाकर फेंकने के लिए या आर्ग्यू करने के लिए नहीं तैयार हो रहा है, बल्कि वो परमेश्वर की ओर वो देख रहा है। और वो वहां पर देखने वाला एक दर्शन ये है, स्वर्ग का परमेश्वर, हालेलुया, उसका सिंहासन को वो देखता है। उसके दाहिने हाथ मसीह यीशु खड़ा है स्टेफानोस को स्वीकार करने के लिए। അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും സ്റ്റെഫാനോസ് കണ്ടു. पवित्र आत्मा के भरपूरी में परमेश्वर के लिए मुंह खोलने वालों के लिए स्वर्ग तक परमेश्वर खोल देता है। പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആമേൻ ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക്, ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പോലും തുറക്കപ്പെടും. हालेलुया। स्वर्ग खोला तो फिर हमें और क्या चाहिए? സ്വർഗം നമുക്കായി തുറന്നതിൽ അപ്പുറമായി വേറെ എന്താ വേണ്ടത്? हालेलुया। इसके लिए हमारे मुंह खोलते हुए हम परमेश्वर की आराधना करना, धन्यवाद कहना बहुत जरूरी है। അതുകൊണ്ട് നമ്മുടെ വായി തുറന്ന് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. और उसके भजन संहिता की ओर हम जल्दी से वापस लौट कर आएंगे। സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. उसके 13वीं आयत 12वीं आयत से जब हम देखते हैं, वहां पर इस्राएलियों के बारे में परमेश्वर कहता है, दे हैव बिकम स्टबर्न। हालेलुया। मेरे खिलाफ, मैंने कहा हुआ इरादों के खिलाफ वे स्टबर्न नेचर वे दिखा रहे हैं। അവിടെ എന്റെ ജനം എന്റെ വാക്ക് കേട്ടില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. मेरे रास्ते में वे चलने तक तैयार नहीं हुआ। എന്റെ വഴികളിൽ അവർ നടന്നില്ല. और 13वीं आयत में ऐसा लिखा है, इफ माई पीपल वुड हैव लिसन टू मी, यदि मेरे लोग मेरे और यदि कान लगाता तो करके परमेश्वर वहां पर कहता है। 13ാമത്തെ വാക്യത്തിൽ അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് ദൈവം പറയുന്നു. If Israel would only follow my ways, यदि वो मेरे राह पे चलने के लिए वे तैयार हो जाते तो। ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. उसके अगले आयत में लिखा है, I would have subdued their enemies, मैं उनके शत्रुओं को खत्म कर देता था। वे युद्ध तक लड़ने का जरूरत नहीं था, मैं उनके लिए युद्ध लड़ने के लिए भी तैयार हो जाता था। അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവർക്ക് യുദ്ധം പോലും ചെയ്യാതെ ജയം ഞാൻ കൊടുക്കുമായിരുന്നു. उनको शत्रुओं के हाथों से मैं छुड़ा कर लेकर आ सकता था। അവരെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ आमीन। വിടുവിക്കുമായിരുന്നു. और जो उनका निंदा करते हैं मैं उन्हें पनिश करने के लिए तैयार हो जाता था। അവരെ നിന്ദിച്ചവർക്ക് ഞാൻ ശിക്ഷ കൊടുക്കുമായിരുന്നു. हालेलुया। सोच कर देखिएगा ये कौन कह रहा है? ഇതാര് പറയുന്ന വാക്കുകൾ? परमेश्वर कहता है, यदि
वो मेरे और कान लगाने के लिए तैयार हो जाता, यदि वो मेरा सुनने के लिए तैयार हो जाता, तो वे कभी भी युद्ध भी लड़ना नहीं पड़ता, मैं उनके लिए युद्ध लड़ने के लिए तैयार हो जाता था। അവർ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, എന്റെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ അവർക്ക് യുദ്ധം പോലും ചെയ്യാതെ ഞാൻ ജയം കൊടുക്കുമായിരുന്നു. हालेलुया। हम एक एक दिन सरवाइव करने के लिए जब हम युद्ध लड़ रहे हैं, परमेश्वर कहता है सर्वाइवल के लिए प्रयास मत कर, मैं तेरे लिए युद्ध लड़ने के लिए तैयार हो रहा हूं। നമ്മുടെ നിലനിൽപ്പിനായി നാം ദിനം പ്രതി വളരെയധികമായി പ്രയാസപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ ദൈവം പറയുക, നീ ഇത്രമാത്രം ഭാരപ്പെടേണ്ട ആവശ്യമില്ല, എന്റെ വഴികളിൽ നടന്നാൽ यदि മാത്രം मेरे रास्ते में चलने के लिए तैयार है, तो मैं तेरे लिए युद्ध लड़ने के लिए तैयार हूं। നീ എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് വേണ്ടി जो പ്രവർത്തിക്കും. तेरे खिलाफ उठता है, तेरा इंसल्ट करता है, हालेलुया, तुझे हालेलुया हरास करते हैं, उनके खिलाफ मैं पनिशमेंट देने के लिए तैयार हो जाऊंगा। നിന്നെ നിന്ദിക്കുന്നവരെ, നിന്നെ പകയ്ക്കുന്നവരെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ, അവരെ ഞാൻ ഏറ്റെടുത്ത് നിനക്ക് ജയം തരാം. और 16वीं आयत की और हम जल्दी से आएंगे। 16ാം വാക്യം. you would have been fed with the finest of the wheat, सबसे उत्तम पदार्थों से मैं उन्हें तृप्त करने वाला हूं। അവൻ മേത്രമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. हालेलुया, प्रेज़ लॉर्ड। वहां पर ऐसा लिखा है, और उनको उत्तम से उत्तम गेहूं खिलाता था करके परमेश्वर उनके लिए कह रहा है। അവർക്ക് മേത്രമായ കോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നെന്ന് പറയുക. और मैं चट्टान में से मधु से उन्हें तृप्त करता था करके परमेश्वर उनके लिए कहता है। പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. हालेलुया, उत्तम से उत्तम हालेलुया गेहूं खिलाने के लिए मेरा परमेश्वर तैयार है। നല്ല മേത്രമായ കോതമ്പ് തരാൻ ദൈവം ഒരുക്കമാ. हालेलुया। आज एमपी में अच्छा गेहूं है करके कहते हैं, लेकिन आजकल उसका भी क्वालिटी में कॉम्प्रोमाइज होना शुरू हो गया है। മധ്യപ്രദേശിലാണ് ഏറ്റവും നല്ല ഗോതമ്പ് കിട്ടുന്നതെന്ന് പറയുന്നു, പക്ഷെ ഇപ്പോഴും അതിന്റെ ഗുണമൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. यदि परमेश्वर ने कहा है उत्तम से उत्तम, तो परमेश्वर की उतना क्वालिटी और कोई नहीं दे सकता है। ദൈവത്തിന്റെ മേത്തരമായതെന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ യാതൊരു മായവുമില്ല. परमेश्वर कहता है कि तुम कुछ मत कर, जस्ट फॉलो माय वेज, मेरे पीछे तू चल और मुझे स्तुति करते रहे, मुंह खोल कर धन्यवाद करते रहे, मैं तुझे उत्तम से उत्तम गेहूं से तुझे तृप्त करूंगा। നീ മറ്റൊന്നും ചെയ്യണ്ട, നീ എന്റെ വഴികളിൽ നടക്കുക, നിന്റെ വായ് വിസ്താരത്തിൽ തുറന്ന് നീ എന്നെ സ്തുതിക്കുക, നിനക്ക് വേണ്ടതിൽ ഏറ്റവും മേത്രമായത് ഞാൻ अरे കരുതിക്കൊള്ളാം. पहाड़ चढ़ने का जरूरत नहीं है, पैसा खर्चा करने का जरूरत नहीं है, हालेलुया, कुछ भी नहीं मत करो, बस मेरे पीछे तो चलते रहे, मुंह खोलते हुए परमेश्वर को धन्यवाद करते रहे। നീ അധികം അധ്വാനിക്കേണ്ടി വരത്തില്ല, നിന്റെ അനാവശ്യമായ പണം ചിലവാകത്തില്ല, നീ എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിന്നെ തൃപ്തനാക്കും. और फिर कहता है कि चट्टान से आने वाला उत्तम मधु से मैं तुझे तृप्त कर सकता हूँ। പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി ये വരുത്താം. परमेश्वर के लिए दिया हुआ प्रिविलेज था, लेकिन वे परमेश्वर के साथ ना चलने के कारण परमेश्वर कहता है कि मैं करना चाहता था, लेकिन वे मेरे साथ ना चलने के कारण मैं उसके लिए कर नहीं पाया। ദൈവം ഇതെല്ലാം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ അവർ തന്റെ വഴികളിൽ നടക്കാതെ അവനെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഇതൊന്നും അവർക്ക് കൊടുപ്പാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? समझ में आ रहा है? हालेलुया, प्रेज़ लॉर्ड। तो हमारा अनुग्रह कहीं ना कहीं नष्ट हो सकता है यदि हमारा स्तुति कहीं ना कहीं कम हो रहा है। നമ്മുടെ ആരാധനയും സ്തുതിയും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് हम തടസ്സമുണ്ടാകും. ये ना सोचे कि परमेश्वर ने वायदा दिया है फिर क्यों नहीं दे रहा है। देने के लिए परमेश्वर सामर्थी है, लेकिन स्तुति कम ना हो जाए। നമ്മളുടെ ദൈവം എന്തുകൊണ്ടാണ് വാഗ്ദത്തം ചെയ്തിട്ട് തരാതെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം വാഗ്ദത്തം ചെയ്തത് തരുവാൻ വിശ്വസ്തനാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് കുറവ് വന്നതെന്ന് നോക്കൂ. जहां पर इस्राएली लोग अपने मेहनत से नहीं कमा सकते हैं, वो परमेश्वर आसानी से देने के लिए तैयार है। അവർക്ക് അധ്വാനിച്ച് കഴിക്കുവാനും പ്രാപിക്കുവാനും കഴിയാത്തതൊക്കെ ദൈവം അവർക്ക് അവൻ പെട്ടെന്ന് നൽകി കൊടുത്തിട്ടുണ്ട്. Only thing is that to open your mouth widely, आपके मुंह खोलो ताकि परमेश्वर से भरते रहे। ഒന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, നിന്റെ വായ വിസ്താരത്തിൽ നീ തുറക്കുക. हालेलुया। क्या आज हम मुंह खोलने के लिए तैयार हैं?
നമ്മുടെ വായ തുറക്കാൻ നമ്മൾക്ക് ആമേൻ ഒരുക്കമുണ്ട്. हमारे मुंह खोलने में बहुत बड़ा छुटकारा परमेश्वर ने हमारे लिए रखा है. നമ്മുടെ വായ ഒന്ന് തുറക്കാമെങ്കിൽ വലിയൊരു വിടുതല് ദൈവം വച്ചിട്ടുണ്ട്. बड़े अद्भुत कार्य परमेश्वर हमारे लिए रखा है. ദൈവം വലിയ അത്ഭുതങ്ങൾ വെച്ചിട്ടുണ്ട്. और परमेश्वर जब करता है उत्तम से उत्तम कार्यों को हमारे लिए करके देता है. ദൈവം ഏറ്റവും മേത്തരമായത് തന്നെ നമുക്ക് अरे വേണ്ടി ചെയ്യും. संसार जो नहीं कर सकता है वो परमेश्वर हमारे लिए करके दे सकता है. ലോകത്തിന് ചെയ്യാൻ കഴിയാത്തത് അത്ര മേത്തരമായത് ദൈവം ചെയ്യും. मेडिकल साइंस जो नहीं कर सकता है वो परमेश्वर हमारे लिए करके दे सकता है. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്തത് ദൈവം നമുക്ക് ചെയ്തു തരും. हमारे प्रिय लोग जो हमारे लिए नहीं करके दे सकता है वो मेरा परमेश्वर हमारे लिए करके दे सकता है. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്തു തരുവാൻ കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. यदि हम मुंह खोलने के लिए तैयार है तो परमेश्वर से भरने के लिए तैयार है. നമ്മുടെ വായ ഒന്ന് തുറക്കാമെങ്കിൽ വിസ്താരത്തിൽ തുറന്നാൽ ദൈവം അതിനെ നിറയ്ക്കും. मुंह खोले परमेश्वर से भर के देगा. വായ വിസ്താരത്തിൽ തുറക്കാൻ ദൈവം അതിനെ നിറയ്ക്കും. I mean उसके अंदर परमेश्वर का बहुत बड़ा एक अद्भुत कार्य छुपा हुआ है. അതിനകത്ത് ദൈവത്തിന്റെ വലിയ വലിയ അത്ഭുതങ്ങൾ മറഞ്ഞിരിക്കുന്നു. हमारे मुंह खोलने के अंदर परमेश्वर ने बहुत बड़ा अद्भुत कार्य छुपा के रखा है. നമ്മുടെ വായ തുറക്കുന്നതിനകത്ത് മറഞ്ഞിരിക്കുന്ന വലിയ അത്ഭുത വിടുതലുകളുണ്ട്. नष्ट ना करे परमेश्वर के लिए मुंह खोलते रहे. അതൊന്നും നഷ്ടമാക്കരുത്. ദൈവത്തെ വായ തുറന്ന് സ്തുതിക്കാം. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए ऐसे अवसर और अनुमति दे. परमेश्वर के आदरणीय दासों को हृदय की गहराई से धन्यवाद देते हैं. परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल. थैंक यू.